മനുഷ്യരുടെ ശരീരത്തിലെ ഏറ്റവുമധികം സംരക്ഷണമുള്ള ഒരു ഭാഗമായിരിക്കും തലച്ചോർ. മനുഷ്യരുടെ മാത്രമല്ല ഒട്ടുമിക്ക മൃഗങ്ങളുടെയും തലച്ചോർ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കട്ടിയേറിയ തലയോട്ടി കൊണ്ടാണ്. എന്നാൽ ഈ തലയോട്ടിക്ക് പകരം സുതാര്യമായ ഗ്ലാസ് പോലുള്ള ഒരു വസ്തുവാണ് തലച്ചോറിൻ കവചം തീർത്തിരുന്നതെങ്കിലോ തലച്ചോറിന്റെ പ്രവർത്തനം പഠിക്കാനായി അത് വ്യക്തമായി നിരീക്ഷിക്കാൻ പോലും സാധിക്കുമായിരുന്നു. എന്നാൽ ഇത് തലച്ചോറിനാവശ്യമായ സംരക്ഷണം തരുമോയെന്നാണ് ചോദ്യമെങ്കിൽ ഒരു പക്ഷേ അതിന് സാധിച്ചേക്കും എന്ന് ചൂണ്ടിക്കാട്ടാൻ ഒരു ഉദാഹരണം ഇപ്പോഴുണ്ട്. ബാരൽ ഐ ഫിഷ് എന്നറിയപ്പെടുന്ന ഒരു മത്സ്യത്തിന്റെ തലച്ചോറാണ് സുതാര്യമായ തലയോട്ടിയുമായി അതിജീവിക്കാൻ കഴിയും എന്നതിന്റെ തെളിവ്. കാലിഫോർണിയ കടൽമേഖലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരക്കണക്കിന് അടി താഴെയായാണ് ഈ അപൂർവ മത്സ്യത്തെ കണ്ടെത്തിയത്. ഈ മത്സ്യത്തെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് നേരത്തെ തന്നെ അറിവുണ്ട്. എന്നാൽ ഇവയെ കൺമുന്നിൽ കാണാൻ കിട്ടുന്നത് അത്യപൂർവമാണ്. കാലിഫോർണിയയിലെ മോണ്ടേറെ സമുദ്രപര്യവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ഗവേഷകരാണ് ഈ വർഗത്തിൽപ്പെട്ട ഒരു മത്സ്യത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ അബദ്ധത്തിൽ ലഭിച്ചതല്ല. ഏതാണ്ട് 5600 ഏറെ തവണയാണ് ഈ മത്സ്യവർഗത്തിന്റെ ആവാസമേഖലയിൽ ഇവയുടെ ദൃശ്യങ്ങൾ പകർത്താനായി മോണ്ടേറെ പര്യവേഷണ കേന്ദ്രത്തിലെ റോബോട്ടുകൾ മുങ്ങാംകുഴിയിട്ടെത്തിയത്. ഇതിൽ 9 തവണ മാത്രമാണ് ഈ മത്സ്യത്തെ കണ്ടെത്തി ദൃശ്യങ്ങൾ പകർത്താനായതും. കഴിഞ്ഞ വർഷം ഡിസംബർ 9 മോണ്ടേറെ അക്വേറിയം ഈ മത്സ്യത്തിന്റെ പുതിയ ദൃശ്യങ്ങൾ ട്വീറ്റ് ചെയ്തത്. ഒറ്റനോട്ടത്തിൽ ആരെയും അമ്പരപ്പിക്കുന്നതാണ് ഈ മത്സ്യത്തിന്റെ ശരീരഘടന. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവയുടെ തലയുടെ ഘടന ബഹിരാകാശ ഗവേഷകരുടെ തലയ്ക്ക് ചുറ്റുമുള്ള ഗ്ലാസ് കവചമെന്ന് തോന്നിക്കുന്ന വിധമാണ് അവയുടെ തല. സുതാര്യമായ ആ തലയ്ക്കുള്ളിലൂടെ ഉള്ളിലെ പ്രവർത്തനങ്ങളും ഘടനയുമെല്ലാം ആർക്കും അനായാസം നിരീക്ഷിക്കാൻ കഴിയും എന്നതാണ്. ആഴക്കടലിലേക്ക് അയച്ച റിമോട്ട് നിയന്ത്രിത റോബോട്ടായ വെൻഡാനയാണ് ഈ മത്സ്യത്തിന്റെ ഏറ്റവും വ്യക്തമായ ദൃശ്യങ്ങൾ പകർത്തി ഗവേഷകർക്ക് കൈമാറിയത്. വെൻഡാനയുടെ സാമീപ്യം ഇഷ്ടപ്പെട്ടതുപോലെ ഫോട്ടോഗ്രാഫറുടെ മുന്നിൽ നിന്ന് കൊടുക്കുന്ന മോഡലിനെ പോലെ ഈ മത്സ്യം മിക്കപ്പോഴും നിശ്ചലമായി നിൽക്കുകയും ചിലപ്പോഴൊക്കെ അല്പം മാത്രം അനങ്ങുകയും ചെയ്യും. ഇത് തന്നെയാണ് ഇത്രയും വ്യക്തമായ ദൃശ്യങ്ങൾ ലഭിക്കാൻ സഹായിച്ചതും. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 2132 അടി താഴ്ചയിലാണ് ഈ മത്സ്യത്തെ കണ്ടെത്തിയത്. മുങ്ങാം കുഴിയിട്ട റോബോട്ടിന്റെ വെളിച്ചം മൂലം സാധാരണ സുതാര്യമായി കാണപ്പെടുന്ന തലയോട്ടി ഇളം പച്ച നിറത്തിലാണ് കാണപ്പെട്ടത്. പക്ഷേ ഉള്ളിലെ കാഴ്ചകൾക്ക് ഈ നേരിയ നിറം മാറ്റം ഒരു തടസ്സമായില്ല. മത്സ്യത്തിന്റെ സുതാര്യമായ തലയോട്ടിക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകത്തിന്റെ പ്രതിഫലനമാകാം ഈ നേരിയ നിറം മാറ്റത്തിന് കാരണമായതെന്നാണ് കണക്കാക്കുന്നത്. ജപ്പാന്റെ തീരം മുതൽ യുഎസിലെ കാലിഫോർണിയ തീരമേഖല വരെയുള്ള പസഫിക് സമുദ്രപരിധിയിലാണ് ഈ ബാരൽ ഐ മത്സ്യം പൊതുവെ കാണപ്പെടുന്നത്. 2000 മുതൽ 2600 അടി വരെ താഴ്ചയിലാണ് ഈ മത്സ്യങ്ങൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥയുള്ളത്. സമുദ്രത്തിലെ ട്വിലൈറ്റ് സോൺ എന്നറിയപ്പെടുന്ന 650 മുതൽ 3100 അടി വരെ താഴ്ചയിലുള്ള മേഖലയിലാണ് ഇവയുടെ ആവാസ വ്യവസ്ഥ. വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവയുടെ ആകെ എണ്ണത്തെക്കുറിച്ച് മറ്റോ ഉള്ള വിവരങ്ങൾ ഗവേഷകർക്ക് ലഭ്യമല്ല. 1939 ഇത്തരം ഒരു മത്സ്യത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ആദ്യമായി വിവരങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ സമുദ്രാന്തർഭാഗത്തെ ഗവേഷണങ്ങൾ വ്യാപകമായ 2000 അടുപ്പിച്ചാണ് ഇവയുടെ തലയുടെ ഘടനയെപ്പറ്റിയും ആവാസമേഖലയെക്കുറിച്ചുമെല്ലാം വ്യക്തമായ ധാരണ ലഭിക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ മത്സ്യങ്ങളെ അവയുടെ സ്വാഭാവിക ജീവിതാവസ്ഥയിൽ തന്നെ നിരീക്ഷിച്ച് കണ്ടെത്തിയതാണ്. ഇപ്പോഴും ഈ മത്സ്യത്തെ കൃത്രിമമായ സാഹചര്യത്തിൽ പാർപ്പിച്ചാൽ അവ അതിജീവിക്കുമെന്ന് ഗവേഷകർക്ക് ഉറപ്പില്ല. ഈ സാഹചര്യത്തിലാണ് ബാരൽ ഐ മത്സ്യങ്ങളെ അവയുടെ സ്വാഭാവികാവസ്ഥയിൽ തന്നെ നിരീക്ഷിക്കുന്നതെന്നും ഗവേഷകർ വിശദീകരിച്ചു.